ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ, വയലും പച്ചപ്പ് കൊന്നയും. പിന്നെ ഞാൻ പച്ച ഡ്രസ്സ് ഇട്ട് വരുമ്പോൾ ഇന്നെ തന്നെ പുകഴ്ത്തുമ്പോൾ എനിക്ക് എന്തോ പോലെ തോന്നിട്ടോ, പക്ഷേ കണ്ണിൻ്റെ കാഴ്ചയിൽ എനിക്ക് നല്ല ഭംഗി പോലെ തോന്നിട്ടോ. വയലും കൊന്നപ്പൂവും എല്ലാം അങ്ങനെ മാങ്ങയും കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനിത് ചാക്കിലാക്കി വരുന്നത് തേങ്ങയാട്ടോ. ബിജിതേച്ചിനാണ് തേങ്ങ പോയി പെറുക്കിക്കോളാൻ പറഞ്ഞത്. അങ്ങനെ ആ തേങ്ങയൊക്കെ ഞാൻ പൊളിക്കുകയാണ് കേട്ടോ. ആ തേങ്ങ പൊളിക്കുമ്പോൾ അതിൽ അവിടുന്ന് തേങ്ങ കിട്ടിയിരുന്നു. പക്ഷെ അവിടെ ഒന്ന് കൂലിങ്ങൊന്നുമില്ല, രണ്ടെണ്ണം കൊട്ടത്തേങ്ങയാണ് കേട്ടോ. അങ്ങനെ ബാക്കി രജില എടുക്കാമെന്നാണ്. അതുകൊണ്ട് സമാധാനമായി. വീട്ടിൽ ഒരു തെങ്ങയുള്ള അതിൻ്റെ മുകളിൽ അതിനത്രേ തേങ്ങ കിട്ടും. നമുക്ക് വീട്ടിലേക്കുള്ള ആവശ്യത്തിനല്ലേ തേങ്ങ അതന്നെ ഉണ്ടാവില്ല, പുറത്തുനിന്ന് വാങ്ങലും പിന്നെ ഞങ്ങളെ സ്ഥലത്തുള്ളതും ഒക്കെ അങ്ങനെയൊക്കെ അഡ്ജസ്റ്റ്. ഇപ്പം ആരോടും തേങ്ങയ്ക്ക് ചോദിക്കാനും പറ്റില്ല, അമ്മാതിരി വിലയല്ലേ. അങ്ങനെ ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിരുന്നു. ഓരോ ദിവസങ്ങളായിട്ട് വാങ്ങിയ സാധനം. അങ്ങനെ ലാസ്റ്റിൽ ദിവസം വാങ്ങിയതാണ്. സാധനം വാങ്ങുമ്പോഴാണ് ഈ മിഠായി കിട്ടിയത്. അവിടെ 6ാമത്തെ വാർഷികമായിട്ട ബി-മാർട്ടിൽ ബാലുശ്ശേരിയിട്ട. അപ്പോൾ മിഠായി തരുമ്പോൾ ഞാൻ ചോദിച്ച്, വീട്ടിൽ 3-4 ആൾക്കാർ മക്കളൊക്കെ ഉണ്ടായിരുന്നു എന്നാണ്. അപ്പോൾ ഒരു 4-5 എണ്ണം പിന്നെയും തന്നു കേട്ടോ. അങ്ങനെ അതിൻ്റെ അകത്തുള്ളതൊക്കെ എടുത്ത് ഓരോ സാധനങ്ങളെടുത്ത് പുറമേക്ക് വെക്കുകയാണ് കേട്ടോ. അപ്പം ഈ മുട്ടായി ഉള്ള കാരണം മക്കളോട് ഞാൻ പറഞ്ഞ വീഡിയോസ് എടുത്തിട്ട് മോനെ മുട്ടായി എടുക്കുക. അങ്ങനെ അതിന് വെയിറ്റിങ്ങിലായിരുന്നു കേട്ടോ മക്കൾ. അങ്ങനെ വീഡിയോസ് എടുത്ത് കഴിഞ്ഞേരം മോനെ അത് പൊട്ടിച്ച് കഴിക്കാൻ നോക്കുന്നു. അങ്ങനെ പിന്നെ ഞാൻ തലേന്ന് രാത്രി തന്നെ തേങ്ങയൊക്കെ പൊട്ടിച്ച് തേങ്ങയുടെ വെള്ളമൊക്കെ പോക്കി. എന്താ വെച്ചാൽ രാവിലെ എല്ലാത്തിനും കൂടി ആവില്ലല്ലോ. രാവിലെ ചോറും ചായയും ഒക്കെ ഉണ്ടാക്കണമല്ലോ, ചായക്ക് കടിയൊക്കെ ഉണ്ടാക്കണം. എല്ലാ പണിയും കഴിഞ്ഞതിന് ശേഷം ഞാൻ കുളിയൊക്കെ കഴിഞ്ഞിറങ്ങി. ഇപ്പോഴും കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ, വയലിൻ്റെ ഒരു പച്ചപ്പും മഞ്ഞപ്പൂവും എല്ലാം തന്നെ ഒരു ഭംഗിയുണ്ട്. അങ്ങനെ ഞാൻ റിത്തുവിനെയും കൂട്ടിയിട്ടുണ്ട് കേട്ടോ. വീട്ടിൽ സ്കൂളിൽ പോയിട്ടില്ല, അപ്പോൾ വീട്ടിൽ വെറുതെ ഇരിക്കുകയല്ലേ, അപ്പോൾ ഞാൻ മോനെയും കൂട്ടി. അപ്പോൾ മറ്റവൻ വരൂല കേട്ടോ, അപ്പോൾ മോനെയും കൂട്ടി. അങ്ങനെ ഞാൻ അമ്പലമുക്ക് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇറങ്ങി അവിടെ വെയിറ്റ് ചെയ്യുക. അന്നപ്പോൾ രജില പറഞ്ഞു ഞാൻ ബസ് സ്റ്റോപ്പിൽ ഉണ്ടാവുന്നതാണ്. പക്ഷേ ഓളന്നപ്പോൾ ഒന്നും എത്തിയില്ല. ഓളെ ഹസ്ബൻഡും മോനും ആട്ടോ. അത് എൻ്റെ മോനെ വണ്ടി കയറ്റി ഒരു വീട്ടിലേക്ക് പോയി. ഞങ്ങൾ നടന്ന് വന്നു കേട്ടോ. ഇത് ഇവളുടെ നാത്തൂൻ്റെ വീടാട്ടോ. അതിന് മോനതാ കൊലായിലിരിക്കുന്ന. അങ്ങനെ പിന്നെ കലാപരിപാടി തുടങ്ങിയിട്ടോ. തേങ്ങ ചിരകുന്നതും പിന്നെ എന്താണ് ചവ്വരി വേവിക്കുന്നത് എല്ലാം തന്നെ പരിപാടി തുടങ്ങി കേട്ടോ. എന്താ വെച്ചാൽ 10:30 ഞാൻ ഇവിടെ എത്തുമ്പോൾ ഇത് ശർക്കരപ്പാനി ഉണ്ടാക്കുക കേട്ടോ. ഓള അമ്മായിയമ്മ കേട്ടോ അത് ഉണ്ടാക്കുന്നത്. എല്ലാവരും സഹകരിച്ച് കിട്ടോ. അങ്ങനെ ഇത് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ചില്ലറ പണി. എന്നാലും പായസാട്ടോ, ചെറുപയർ പരിപ്പ് തന്നെ ഉണ്ടാക്കുന്നത്. അങ്ങനെ മോൻ വന്ന് കൊട്ടത്തേങ്ങയൊക്കെ കട്ട് ചെയ്ത് തന്ന് രജില എന്താക്കാണ് തേങ്ങാപ്പാലൊക്കെ പിഴിയാണ് കേട്ടോ. അങ്ങനെ പിന്നെ ഓളെ നാത്തൂനും വന്ന് കൊട്ടത്തേങ്ങ അവിടെ ഉണ്ടായിരുന്നു ഒന്നും കൂടി. അപ്പം നാത്തൂനും വന്ന് കട്ട് ചെയ്ത് തന്നു. അങ്ങനെ പിന്നെ ഞാൻ എന്താക്കി ചെറുപയർ പരിപ്പും ഒന്ന് വറുത്തു. അമ്മയായിരുന്നു കേട്ടോ അത്രയും നേരം വറുത്ത. അപ്പം അമ്മ പോയി ചായ കുടിച്ചോളെന്ന് പറഞ്ഞ് അന്നതിന് ശേഷം ഞാൻ വറുക്കുകയാണ് കേട്ടോ. അങ്ങനെ പിന്നെ അവർ അച്ചപ്പവും വെള്ളമൊക്കെ തന്നെ ചായ എടുക്കാറുണ്ട്. ഞാൻ ചായ കുടിക്കാറ്, ചായ നിർത്തിയിട്ട് കുറേ ആയി. പിന്നെ അർജൻറ്റിലാണെങ്കിലൊക്കെ ചായ കുടിക്കും, ഒരു ഹോട്ടലിലേക്ക് കയറിയ ചായ കുടിക്കും കേട്ടോ. അങ്ങനെ എല്ലാ പരിപാടിയും പിന്നെ ഒന്നും ഉണ്ടാക്കുന്ന വീഡിയോസ് ഒന്നും എടുക്കാനായില്ല കേട്ടോ. അങ്ങനെ ഓളെ നാത്തൂന് ഞങ്ങളെ സ്കൂളിലാക്കി തരാമെന്ന് പറഞ്ഞു കേട്ടോ. ഇപ്പോൾ 1:26 കേട്ടോ. 10:30 വന്ന ഞങ്ങളാണ്. അത്രയും സമയം അതിൻ്റെ മുകളിൽ സ്പെൻഡ്. ആ ചെറുപയർ പരിപ്പ് വെച്ചാൽ ഭയങ്കര ടൈം എടുക്കുന്ന ഇതാണല്ലോ. അങ്ങനെ ഉഷേച്ചിയും ബബീഷേട്ടനും വന്നതാണ് പായസം എടുക്കാനായിട്ടോ. അങ്ങനെ എല്ലാവരും ഞങ്ങളെ വെയിറ്റിങ്ങിലാണ്. ഉച്ചയായില്ലേ, നല്ലോണം വിശപ്പുണ്ട് എല്ലാവർക്കും തന്നെ കേട്ടോ. അങ്ങനെ കുപ്പിവെള്ളവും പട്ടാണിക്കടലൊക്കെ വാങ്ങി കഴിക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു കേട്ടോ മോന് പ്രവീണ്. അങ്ങനെ പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടി ക്ലാസ് റൂമിലേക്ക് പോയി. അങ്ങനെ പിന്നെ ശ്യാമ് പായസമൊക്കെ ഇളക്കി ഓരോ ക്ലാസ്സിലേക്ക് സെർവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എന്ന് വെച്ചാൽ സമയം കൂടുതൽ വൈകിക്കാനും പറ്റൂല.
മഴയൊക്കെ പെയ്താൽ ഭയങ്കര പ്രശ്നമാണ്. ഇപ്പം ഉച്ചയ്ക്ക് ശേഷമൊക്കെ മഴയാണല്ലോ. അങ്ങനെ പിന്നെ ഞങ്ങളെല്ലാവരും കൂടി ഇന്ന് പായസം കുടിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഞാൻ ഇരിക്കാത്ത എന്താ പറയുക, എല്ലാവരെയും കൊള്ളിക്കാനുള്ളതിനെ കൊണ്ടാട്ടോ ഞാൻ ഈ നിന്ന് ചാടി. അപ്പം മോനും കൊടുത്ത്, മോനെന്തോ പുറത്ത് വാങ്ങാൻ പോയതാട്ടോ. അങ്ങനെ മോനും ഒരു ഗ്ലാസ് കൊടുത്ത്. പിന്നെ ബാക്കിയായിരുന്നു, നല്ലോണം ബാക്കിയായിരുന്നു കേട്ടോ. അങ്ങനെ എല്ലാത്തിലും എല്ലാവരും എടുത്തേക്ക് കേട്ടോ. അങ്ങനെ ഋതു സഹായിക്കുന്നുണ്ട് കേട്ടോ, കവറ് കെട്ടാനും ഇതാക്കാനും ഒക്കെ തന്നെ. ലാസ്റ്റ് ഉള്ളത് കുപ്പിയിലേക്ക് ഒഴിച്ചു. അങ്ങനെ പിന്നെ ഒഴിച്ചതിന് ശേഷം രജില കാറിലേക്ക് കൊണ്ടുവയ്ക്കുക. നാത്തൂന് അത്രയും നേരം അവിടെ നിന്നാട്ടോ. ഓള് പറഞ്ഞു ഞാൻ നമുക്ക് ഒരുമിച്ച് പോവാമെന്ന് പറഞ്ഞതിനെ കൊണ്ട് അവിടെ നിന്നാട്ടോ. നാത്തൂനെ വിളിച്ചിട്ട് വന്നില്ല കേട്ടോ. പിന്നെ അവർക്കുള്ളതും ഞാൻ പായസം വീട്ടിൽ വെച്ചിട്ടാണ് പോകുന്നത് കേട്ടോ. രജിലേൻ്റെ നാത്തൂൻ്റെ വീട്ടിൽ മക്കളെല്ലാവരും ഉണ്ട്. അവിടെ നല്ല ഉണ്ടാക്കിയത് അവർക്ക് കുടിക്കാനുള്ളതും കൂടി അവിടെ വെച്ചിട്ടാട്ടോ പോകുന്നത്. അങ്ങനെ രജില വണ്ടിൻ്റെ അകത്ത് കയറി അവർ പോവുകയാണ് കേട്ടോ. വീഡിയോസ് പുതിയതായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം എന്നെ. അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിച്ചിരിക്കുന്നു. അടുത്ത വീഡിയോ വരുന്നവരേക്കും ബായ്.